ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു പരീക്ഷണമായിട്ട് ഞാൻ ഇപ്രാവശ്യം വരികയാണ്. എന്താണെന്നറിയാമോ? ഇതൊരു വൈറ്റ് പേപ്പറാണ്, A4 സൈസ് പേപ്പർ. ഈ ഒരു വൈറ്റ് പേപ്പർ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിനെ നേരെ നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ബുദ്ധിമുട്ടാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിൻ്റെ ഒരു അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു പേപ്പറിനെ ഞാനിങ്ങനെ ചുരുട്ടിക്കൂട്ടുക, നന്നായിട്ടിങ്ങനെ ചുരുട്ടിക്കൂട്ടി ഇതിനെ ചുക്കി ചുളിച്ചിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിനെ പതുക്കെ നിവർത്തിക്കൊണ്ട് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം ഇത് നേരെ നിൽക്കുവോ ഇല്ലയോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചുക്കി ചുളിച്ച് കൂട്ടിയ ഒരു പേപ്പർ അതിനെ മനോഹരമായിട്ട് നിവർത്തിയെടുത്തുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു പേപ്പറിനെ നേരെ പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. കണ്ടോ? ഇതാണ് നമ്മളുടെ ജീവിതം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ പലപ്പോഴും കർത്താവ് നമ്മെ വളരെ പരുക്കമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിലൂടെ കൊണ്ടുപോകും. എന്തിനാണെന്നറിയാവോ? നിന്റെ നിലനിൽപ്പിന് വേണ്ടി. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ കടന്നു പോകുമ്പോഴും നീ തളർന്നു പോകാതിരിക്കാൻ, നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഉദ്ഘോഷിക്കുവാൻ മാത്രം ശക്തി നൽകിക്കൊണ്ട് നിന്നോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിന്നെ മെനഞ്ഞെടുക്കുന്ന കുശവനായ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ തകർച്ചകളിൽ നിന്റെ വേദനകളിൽ നിന്നെ വിട്ടുപോവുകയില്ല, മറിച്ച് നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ വിജയത്തിലേക്ക് നയിക്കും. ഈ ഒരു പേപ്പറിനെ ചുക്കും ചുളിയും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേർപ്പസ് നഷ്ടപ്പെടുന്നില്ല, അതിൻ്റേതായിട്ടുള്ള ഷേപ്പ് നഷ്ടപ്പെടുന്നില്ല. യെസ്, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ചുറ്റും നമ്മെ സ്നേഹിക്കാനായിട്ട് ആരും തന്നെ ഇല്ലാതായാലും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിന് കൂടുതൽ മീനിങ് നൽകും, കൂടുതൽ പർപ്പസ് നൽകും. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അവനോടുകൂടെ വിശ്വസ്തയോടുകൂടെ ചേർന്ന് നിൽക്കുക. അവൻ വിശ്വസ്തനായ ദൈവമാണെങ്കിൽ അവനോടുകൂടെ വിശ്വസ്തയോടുകൂടെ ചേർന്ന് നിൽക്കാം. നമുക്ക് അവൻ്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട്, അവന് വിധേയപ്പെട്ടുകൊണ്ട്, അവൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവൻ പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.